നിങ്ങളൊന്ന് പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതുപോലെ നിങ്ങളൊന്ന് കരയ്ക്കെടുത്തു, പിന്നെ ആ മച്ചാന്മാർ നമ്മുടെ അടുത്ത് മിണ്ടാനേ വരത്തില്ല, കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, പല ടൈപ്പ് ആൾക്കാരുണ്ട് UK-ൽ. ഞാൻ പറഞ്ഞുതരാം. അതുപോലൊരു സ്റ്റോറിയാണ്. നമ്മൾ ആദ്യം UK-ൽ വന്ന സമയത്ത് ഇഷ്ടം പോലെ മച്ചാന്മാരുണ്ടായിരുന്നു കൂടെ. പതുക്കെ നമ്മളൊന്ന് പിച്ച വെച്ച് തുടങ്ങിയപ്പോൾ ഈ ആൾക്കാരെ ഒന്നും കാണാനുമില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേരെ നമ്മളിവിടെ കാണത്തുള്ളൂ, ഇത് ഉറപ്പായിട്ടുള്ള കാര്യം. പിന്നെ ഒരു ടീമുണ്ട്, അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ വിളിക്കുന്ന കുറേ ടീംസ് ഇല്ലേ? ഇതൊക്കെ എന്താ സംഭവം? കുശുമ്പാണോ അതോ വേറെന്തെങ്കിലും ആണോ? എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കുറച്ച് ആളുകൾക്ക് നമ്മൾ വിജയിക്കണമെന്നൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അവരെക്കാട്ടി മോളിൽ പോകാൻ പാടില്ല. അതൊരു കാറ്റഗറി ആൾക്കാർ. പിന്നെ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്, അവർ ഓൾറെഡി ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ആയോ, അല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ പച്ച പിടിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കാണും, ഓപ്പർച്യൂണിറ്റീസ് ആണ്, കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഒരു കാര്യം വിട്ടു പറയത്തില്ല. നമ്മളെന്തെങ്കിലും ചോദിച്ച് കണ്ടറിഞ്ഞ് തപ്പിപ്പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും, അയ്യോ നിന്റെ അടുത്ത് പറയാനിരിക്കുമായിരുന്നു, മറന്നു പോയാ. അത് വേറൊരു ടൈപ്പ് ആൾക്കാർ. അല്ലെങ്കിൽ പറയും, വലിയ മെച്ചമൊന്നുമില്ലടാ, വെറുതെ എന്തിനാ. ഇനി മറ്റൊരു ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയട്ടെ. എല്ലാം അവരൊരു ലൈൻ വരയ്ക്കും, നമ്മൾ ആ ലൈനിൽ കൂടെ പോകാവുള്ളൂ. അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ടും പോകാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് മിണ്ടത്തുമില്ല. അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുമല്ല, ഇവർ പ്രൊറ്റൻഡ് ചെയ്യുവാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മളിങ്ങനെ ഓരോ പെൻസും മിച്ചം പിടിച്ച് മറ്റുള്ളവർ പറയുന്നത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഓരോ പെൻസും മിച്ചം പിടിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആണോ? എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എല്ലാവരും പറയുന്നതോ എല്ലാവരും സൂചിപ്പിച്ചിട്ടോ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യുക, പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഉപദേശങ്ങളൊക്കെ കൊള്ളാം വർമ്മ സാറേ, അത് പക്ഷേ ആ ഏരിയയിൽ വിജയിച്ചിട്ടുള്ളവൻ്റെ അടുത്ത് നിന്നും എക്സ്പീരിയൻസ് ഉള്ളവൻ്റെ അടുത്ത് നിന്നും മേടിച്ചാൽ പോരെ? ആലോചിച്ച് നോക്ക്. സോ നിങ്ങൾ UK-ൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്തോ. ലെറ്റ്സ് ഗ്രോ ടുഗദർ.